ഹലോ ബട്ടർഫ്ലൈസ്, ഇറ്റ്സ് മീ. അപ്പോൾ ഞാൻ പറഞ്ഞോട് തന്നെ നമ്മുടെ മൈ മാഫിയ പോയി അപ്ലോഡ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സെക്കൻഡ് എപ്പിസോഡാണ്. കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അലപ്പൊക്കെ കാണും, സൗണ്ടൊക്കെ കാണും. അപ്പോൾ നിങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. വാ. ഓ മൈ ഗോഡ്, അപ്പൊ അവൻ രണ്ടും കൽപ്പിച്ചാണ്. മോളെ കരയല്ലേ ചേച്ചി, എനിക്ക് പേടിയാവുന്നു. എന്നെ അയാൾ കൊണ്ടുപോകും, എനിക്ക് പേടിയാവുന്നു. മോളിങ്ങോട്ട് വാ. ലീന വാ, നമുക്കും കൂടെ പോകാം. ആ ചേച്ചി. ജയ, ജെയിംസേ, നമുക്ക് ടെവിനെയും വിക്ടറും വരട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാം. ഓക്കെ ജയ. നാട്ടിൽ പോകാൻ മാത്രം ഇത്ര പ്രശ്നം എന്താ? ഇനി തനുവിന് എന്തെങ്കിലും പറ്റി കാണോ? ഇപ്പൊ പോടാ, മനസ്സിനെ പേടിപ്പിക്കാതെ. അവക്കൊന്നും പറ്റി കാണത്തില്ല. നമുക്ക് പെട്ടെന്ന് പോകാം. നീ ബാഗൊക്കെ പാക്ക് ചെയ്തല്ലോ അല്ലേ? ആടാ, എന്നാ നമുക്ക് ഇറങ്ങാം. വാടാ. ആ ഓക്കെ. എന്നാടാ? എന്തോന്ന് നീ പറഞ്ഞ? തനുവിനെ കല്യാണം കഴിക്കാൻ പോവാണെന്നോ? മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പേ അവന് കല്യാണം കഴിക്കണം, അതും തനുവിനെ തന്നെ. അതിന് ഈ വിക്ടറായ ഞാൻ സമ്മതിക്കണ്ടേ? ആ എത്തിയോ? അതെയല്ലോ, ഞങ്ങളെത്തി. ഓക്കെ, എന്നാ ഞാനേ ഈ ആരും ഞങ്ങൾ കൊണ്ടുപോട്ടെ. ഈ പിള്ളേർ ഇതൊക്കെ എന്തൊക്കെയാ പറയുന്നിരുന്നു. നിങ്ങൾ പോയി ഫ്രഷ് ആയി വാ, സീരിയസ് ആയി കാര്യം സംസാരിക്കാനുണ്ട്. ഓക്കെ ചായ. ലീന കൊച്ചേ, വന്നേ ഇങ്ങോട്ട്. ആ വരുവാ. വിക്ടർ നേരെ തനുശ്രീയുടെ മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്നു. അകത്ത് കയറി. തനുശ്രീയെ അവിടെ കണ്ടില്ല. ഇവളിത് എവിടെ പോയി? ഇനി ബാൽക്കണിയിൽ വല്ലതും കാണോ? അങ്ങോട്ട് പോയി നോക്കാം. വിക്ടർ ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെ നോക്കിയപ്പോൾ തനുശ്രീ നിൽക്കുന്നത് കണ്ടു. ശ്രീ, സുഖാണോടി നിനക്ക്? അതെ ജയ. അല്ല, നിന്റെ നെറ്റിയിൽ എന്താ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചേക്കുന്നേ? അത് ജയ, ഞാൻ ഒന്ന് വീണു. ദേ ശ്രീ, എന്നോട് നീ കള്ളം പറയരുത്. നീ എന്തിനാ കരയുന്നേ? തനുശ്രീ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ വിക്ടറിന് ദേഷ്യം വന്നു. വിക്ടർ തനുവിനെയും കൊണ്ട് എല്ലാവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ കേട്ടത് സത്യമാണോ? ഡാനിയിലൂടെ വന്നോ? അതെ, ഞാൻ പറഞ്ഞതല്ലേ ഇവളെ നമ്മുടെ കൂടെ നിർത്താ എന്ന്. പക്ഷെ നിങ്ങൾ ആരും സമ്മതിച്ചില്ല. ഇവിടെയാണ് സുരക്ഷിതം എന്ന് പറഞ്ഞു ഇവിടെ നിർത്തി. 2 വർഷം എന്നെ ഇവളെ കാണാൻ സമ്മതിച്ചില്ല. ഇന്നലെ അവൻ ഇവളെ കൊണ്ടുപോയിരുന്നെങ്കിലോ? വിക്ടർ, നീ ഒന്ന് കൂളാക്. ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ചേട്ടത്തി, ഇവളെ ചേട്ടത്തിയുടെ സ്വന്തം പെങ്ങളല്ലേ. കൊലയ്ക്ക് കൊടുക്കാനാണോ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നേ? അല്ലടാ, അവൾ അവിടെ നിന്നാലും ഇതേ അവസ്ഥ തന്നെയാകും. ഓ, എന്റെ പെണ്ണിനെ ഞാൻ ഇവിടെ നിന്ന് നിർത്തൂല. നാളെ തന്നെ ഞാൻ ഇവളെ കൊണ്ട് ഇവിടെ നിന്ന് പോകും. വാ ശ്രീ.
ഇച്ചായ, എന്താടാ ഈ കാര്യത്തിനാണോ വിളിച്ചേ? അതെ, നിങ്ങളുടെ തീരുമാനം എന്താ? നാളെ നമ്മൾ തിരിച്ചു പോകുന്നു. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. വിക്ടർ മുറിയിലെത്തിയ ശേഷം തനുവിനെ നേരെ മുഖത്തോട് ചേർത്ത് നിർത്തിയ ശേഷം കവാലം കുറ്റി നോക്കി ഒറ്റയടി അടിച്ചു. തനുശ്രീ വേദന കൊണ്ട് കരഞ്ഞു. നീ ഈ കാര്യം എന്നോട് വിളിച്ച് പറഞ്ഞോ? ഞാൻ ഇവിടെ വന്ന് നിന്നെ കൊണ്ടുപോകൂലേ? ആരുടെയും സമ്മതം വേണ്ട. എന്റെ പെണ്ണിനെ നിന്നെ ഞാൻ കൊണ്ടുപോകൂലെന്നോടി. വിളിച്ച് പറയാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. ചേച്ചിയെ തന്നെ വിളിച്ച് പറഞ്ഞു എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഇച്ചാരോട് പറയാതിരിക്കും ഈ കാര്യം. സാരല്ല, പോട്ടെ. അപ്പോഴത്തെ ദേഷ്യത്തിന് വിഷമത്തിൽ അടിച്ചു പോയതാ, സോറി. പോകുന്നത് എപ്പോഴാ? അത് നൈറ്റ് ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തേക്കുക. അതെന്നാ നൈറ്റ് പറ്റൂല. നിങ്ങൾ പോവാണെങ്കിൽ നൈറ്റ് വാ. ഞാനും മക്കളും പിന്നെ അവരും ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പൊക്കോളാം. എന്തെങ്കിലും കാണിക്ക്. മിത്ര, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. അത് പറഞ്ഞാൽ എങ്ങനെയാ? എന്നാൽ നിങ്ങൾ ഇവിടെ നിന്നോ, ഞാനും അവളെയും കൊണ്ട് പോകുമെന്ന്. ശരി, ഞാൻ നോക്കട്ടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ ഉച്ചയ്ക്ക് തന്നെ. നോക്കിയാ പോരാ, ബുക്ക് ചെയ്യണം. നീ എന്നെ മിസ് ചെയ്തില്ലേ പെണ്ണെ? ഇല്ല, ഒട്ടും എന്നെ മിസ് ചെയ്തില്ല. ഒട്ടും ഞാൻ മിസ് ചെയ്തില്ല. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ. ഓ, അപ്പൊ മിസ് ചെയ്തല്ല അല്ലേ? കരയല്ലേടി, ഞാൻ വന്നല്ലോ. ഈ 2 ആഴ്ച ഞാൻ വല്ലാതെ മിസ് ചെയ്ത് ഉച്ചാനെ മിസ് ചെയ്ത്. എന്നെ തന്നെ കാണാനൊക്കെ തോന്നിയത്. പിന്നെ ഞാൻ പറയാത്തല്ലേ. സാരല്ല, പോട്ടെ. നീ വന്നില്ലേ? ശ്രീ, എന്താ ചായ? നമുക്ക് എത്ര കുട്ടികൾ വേണം? അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലോ. അതിനുമ്പ് തന്നെ കുട്ടികളുടെ കാര്യമൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ. എന്തായാലും ഉടനെ നമ്മുടെ കെട്ട് നടക്കും. അപ്പൊ എന്തായാലും കുട്ടികളുടെ കാര്യം തീരുമാനിക്കണമല്ലോ. നേരത്തെ തീരുമാനിച്ച് വെക്കുന്നതല്ലേ നല്ലത്. ഓ, അങ്ങനെയാ. അപ്പം ഇച്ഛൻ എത്ര കുട്ടികൾ വേണമെന്ന് ആഗ്രഹം? എനിക്കൊരു 2 അല്ലെങ്കിൽ 3 ഇത്ര മതി. 2, 3 മതി. പക്ഷെ എനിക്കൊരു 6-7 കുട്ടികളെങ്കിലും വേണം. 6-7 നിന്റെ ബോഡിക്കത് താങ്ങൂടി. പിന്നെ എന്റെ ബോഡിയല്ലേ, താങ്ങും. തേനിച്ച് നോക്കായ. ഓക്കെ, എല്ലാരും റെഡിയായല്ലോ, ഇറങ്ങാല്ലേ? ക്രിസ്റ്റിച്ചായ, എല്ലാരും റെഡിയായി, നമുക്ക് ഇറങ്ങാം. അവരെല്ലാവരും തിരിച്ച് അവർ ലണ്ടനിലേക്ക് പോയി. എയർപോർട്ടിൽ ചെന്ന് എത്തി അവർ കാറിൽ കയറി അവർ നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്നു. മോളെ തനു, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. എല്ലാരും പോയി ഫ്രഷ് ആവ്. ഓക്കെ ചേച്ചി. തനു മുറിയിലേക്ക് പോകാൻ നിന്നതും പെട്ടെന്ന് വിക്ടർ അവളെ വലിച്ച് വേറെ റൂമിലോട്ട് കൊണ്ടുപോയി. എന്നതാ ചെയ്യ കാണിക്കുന്നേ? വിട്ടേ എന്നെ. കാണിച്ചേ കണ്ടോണ്ട് വന്ന എന്താ ചെയ്യാ? ഒന്നുമില്ല. എനിക്ക് എന്നതിനടി നാണാവാനൊക്കെ. നീ ഒപ്പം ഉടനെ കെട്ടികളാവാൻ പോവല്ലേ? അപ്പൊ ഇതൊക്കെ സഹിച്ചേ പറ്റുമോളൂ. ഇതല്ല, ഇതിന്റെ അപ്പുറം മോള് കാടാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോ എന്റെ അർത്ഥം തീരുമാനമായി എന്നാണ് അർത്ഥം. അതെ. ഡാനിയലേ, താൻ എന്തിനാടാ ആ തനുശ്രീയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? കാര്യം എന്താ? അവളെ തനിക്ക് ഇഷ്ടമാണോ? ഒരു മറ്റേ സ്വന്തമാക്കാനുള്ള ഒരു ഭ്രാന്ത്? അതേടാ, എനിക്ക് അവളെ ഇഷ്ടം. അവളെ സ്വന്തമാക്കണം എന്നൊരു ഒറ്റ ചിന്തയില്ല. പക്ഷെ താനെന്തിനാ 2 ദിവസം കഴിഞ്ഞ് ചെല്ലുള്ളൂന്ന് പറഞ്ഞേ? അവൾ ആ നിമിഷം തന്നെ തനിക്ക് കൊണ്ടുവരാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു കാരണം ഉണ്ടടാ. അവളുടെ ചേച്ചി അവള് വിളിച്ചു വരുത്തും.
അവളെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ എവിടെ തന്നെ വെച്ചാൽ എനിക്ക് അവളെ കൊണ്ടുവരാമല്ലോ, വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അല്ലടോ, ആ വിക്ടർ അലക്സാണ്ടറിന് അവളെ ഇഷ്ടമാണെന്നോ കല്യാണം ഉറപ്പിച്ചൊക്കെ വെച്ചേക്കാണെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം. എനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആർക്കും ഞാൻ അവളെ സ്വന്തമാക്കാൻ സമ്മതിക്കില്ല. എൻ്റെ സ്വന്തം ആയില്ലെങ്കിൽ അവർ വേറെ ആരെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ അലക്സാണ്ടറിൻ്റെ കുടുംബത്തെ ഞാൻ വേരോടെ ഇല്ലാതാക്കും. അയാൾ എൻ്റെ പപ്പയെ ഇല്ലാതാക്കിയതാ, അതേപോലെ ഞാൻ അയാളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ അയാൾ നേരത്തെ അങ്ങ് തീർന്നു. അയാളുടെ മക്കളെ, അയാളുടെ ഭാര്യമാരെയൊക്കെ ഞാൻ കൊല്ലും. വേരോടെ തന്നെ ഞാൻ ആ കുടുംബത്തെ ഇല്ലാതാക്കും. ഒരാളെ പോലും അല്ല ജീവനോടെ ഞാൻ വെച്ചേക്കില്ല. അയാൾ ഇനിയും കാണാൻ കിടക്കുകയല്ലേ. പിന്നെ തനുശ്രീയുടെ കാര്യം, അത് നീ നോക്കിക്കോ, ആളെ എനിക്ക് തന്നെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ അവളെ ഞാനങ്ങ് കൊന്നുകളയും. വേറെ ആളെ ഞാൻ കിട്ടാൻ സമ്മതിക്കത്തില്ല. താനെന്താ സൈക്കോയാവാൻ നോക്കിയാണോ? സൈക്കോയോ? ഞാനോ? അല്ല, എനിക്ക് പ്രതികാരമാണ് തീർക്കേണ്ടത്. പ്രത്യേകിച്ച് ആ വിക്ടറിനെ എനിക്ക് ഇല്ലാതാക്കണം. അവൻ കാരണം എനിക്ക് ഒരുപാട് കോടിക്കണക്കിന് നഷ്ടങ്ങൾ വന്നത്. അവനെ ഇല്ലാതാക്കണം. അവൻ്റെ ഇഷ്ടമുള്ള എല്ലാവരും ഞാൻ ഇല്ലാതാക്കും. ആദ്യം തനുവിന് എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമോ നോക്കട്ടെ. സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ഞാൻ അവളെ തീർക്കും. അവളല്ലേ അവൻ്റെ ജീവൻ്റെ ജീവൻ. തീർത്തിരിക്കും ഞാൻ. ഡാനിയൽ, എനിക്കും ആ കുടുംബത്തെ പ്രതികാരം ചെയ്യാനുണ്ട്. പക്ഷേ ആ വിക്ടറിനൊന്നും ചെയ്യരുത്. എനിക്ക് അവനെ വേണം. കാരണം അവനെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കവനെ സ്വന്തമാക്കണം. എനിക്കവനെ വേണം. നീ അവനൊന്നും ചെയ്യരുത്. ആ തനുവിനെ നീ കൊണ്ടുപോക്കോ. പക്ഷേ എനിക്ക് വിക്ടറിനെ വേണം. നോക്കട്ടെ. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യം കാര്യങ്ങൾ നടക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനം എടുക്കാം.